നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വലിയ വിമാനങ്ങളുടെ സർവീസ് തുടങ്ങുന്നതിലെ അനിശ്ചിതത്വം തുടരവെ സൗദി എയർലൈൻസ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വിടുന്നതായി റിപ്പോർട്ട്. പിന്മാറ്റം താൽക്കാലികമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും കരിപ്പൂരിലെ പ്രമുഖ വിമാന കമ്പനികളുടെ തീരുമാനം പ്രവാസികളായ ആയിരങ്ങളെയാണ് ആശങ്കയിലാക്കുന്നത്. വിമാനത്താവളത്തിലെ ഓഫീസുകളും അനുബന്ധ സ്ഥലങ്ങളും എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറാനുള്ള നടപടികൾ സൗദി എയർലൈൻസ് പൂർത്തിയാക്കി. 2020 വിമാനാപകടത്തെ തുടർന്ന് വലിയ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതോടെയാണ് കരിപ്പൂരിൽ നിന്നുള്ള സൗദി എയർലൈൻസുകൾ മുടങ്ങിയത്. കോടി ഇനത്തിൽപ്പെട്ട 300-ലധികം പേർക്ക് സഞ്ചരിക്കാവുന്ന വലിയ വിമാനങ്ങളാണ് സൗദി എയറിനുള്ളത്. 2020 ഓഗസ്റ്റ് മുതൽ ഇത്തരം വിമാനങ്ങൾക്ക് കോഴിക്കോട് സർവീസ് അനുമതിയില്ല. വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സർവീസ് പുനരാരംഭിക്കുവാൻ സൗദി എയർ സന്നദ്ധമായെങ്കിലും DGCA അനുമതി നിഷേധിച്ചു. 1 വർഷമായി ഓഫീസും അനുബന്ധ സംവിധാനങ്ങളും സൗദി എയർലൈൻസ് നിലനിർത്തിയിരുന്നു. എന്നാൽ അനിശ്ചിതത്വം തുടർക്കഥയായതോടെയാണ് സൗദി എയർലൈൻസും പിന്മാറുന്നത്. ഏറ്റവും അധികം മലയാളികൾ ജോലിയെടുക്കുന്ന ജിദ്ദയിലേക്കുള്ള സർവീസുകളെയാകും ഇത് ഏറെ ബാധിക്കുക. സാങ്കേതിക പ്രശ്നങ്ങളാൽ ചെറിയ വിമാനങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്ക് നേരിട്ട് പറക്കാനാവില്ല. നിലവിൽ 2 ലക്ഷം രൂപയ്ക്ക് മേൽ മുടക്കിയാണ് മലയാളി പ്രവാസികൾ ജിദ്ദയിലേക്ക് മടങ്ങുന്നത്. നേരിട്ട് സർവീസ് ഉണ്ടെങ്കിൽ ഇത് 1 ലക്ഷമായി കുറയും. സൗദി എയർലൈൻസിന്റെ കോടി വിമാനങ്ങൾക്കു പകരം നാസ് എയർലൈൻസിന്റെ ബജറ്റ് എയർ കരിപ്പൂരിലേക്ക് ഏർപ്പെടുത്താനാണ് കമ്പനിയുടെ തീരുമാനം. ഇതോടെ കരിപ്പൂരിൽ നിന്ന് സൗദിയിലേക്കുള്ള സർവീസുകൾ റിയാദിലേക്ക് മാത്രമാകും. സൗദി എയറിന്റെ തീരുമാനം ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ വിമാന കമ്പനികളുടെ ജിദ്ദ സർവീസിനെ ബാധിക്കാനും സാധ്യതയേറെയാണ്. എയർ ബബിൾ കരാർ പ്രകാരം സൗദി ഔദ്യോഗിക വിമാന കമ്പനികൾക്ക് അനുവദിക്കാവുന്നത്രയും സീറ്റുകളാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്കും അനുവദിക്കുക. സൗദി എയർലൈൻസ് പിന്മാറുന്നതോടെ ആഴ്ചയിൽ 4000-ലധികം സീറ്റുകളുടെ കുറവാണ് കരിപ്പൂരിലുണ്ടാവുക. രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിൽ ഇത്രയും സീറ്റുകൾ പുതുതായി കണ്ടെത്തുവാനും സൗദി എയറിന് സാധിക്കാതെ വരും. ഇതോടെ രാജ്യത്ത് നിന്ന് സൗദിയിലേക്ക് സർവീസ് നടത്തുന്ന ഇന്ത്യൻ വിമാന കമ്പനികളുടെ സീറ്റ് വിഹിതത്തിൽ 50% വരെ കുറവ് വരും. വിസ കാലാവധി തീരും മുൻപേ സൗദിയിലേക്ക് മടങ്ങാനിരിക്കുന്ന ആയിരങ്ങളെ ഇത് ബാധിക്കും. ടിക്കറ്റ് നിരക്ക് ഉയരുന്നതോടൊപ്പം സമയത്ത് മടങ്ങാനാവാത്ത അവസ്ഥയുമാണ് സൗദി പ്രവാസികളെ കാത്തിരിക്കുന്നത്. വിമാനത്താവളത്തിന്റെ റൺവേ നീളം കുറയ്ക്കുന്നത് സംബന്ധിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സംഘം സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. ബുധനാഴ്ച ഓപ്പറേഷൻസ് ഡയറക്ടർ എസ് ദുരൈരാജ്, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ പ്രമോദ് കുമാർ, SP റായ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. അതേസമയം റിപ്പോർട്ട് കരിപ്പൂരിന് അനുകൂലമാകുമെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിമാന സർവീസ് പുനരാരംഭിക്കാനും സാധ്യത തെളിഞ്ഞിരുന്നു. റൺവേ നീളം കുറച്ച് റസ നീളം കൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പകരം റൺവേ നീളം കുറയ്ക്കാതെ റസയുടെ നീളം വർദ്ധിപ്പിക്കാനാണ് സാധ്യത. റൺവേ, റസ തുടങ്ങിയ ഭാഗങ്ങൾ സന്ദർശിച്ചു. DGCA സംഘം നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയോ എന്നും പരിശോധിച്ചിരുന്നു. 2020 നവംബറിലായിരുന്നു DGCA സംഘം മുൻപ് പരിശോധന നടത്തിയത്. കൂടാതെ വിമാനാപകട അന്വേഷണ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ച വിൻ സെൻസർ പുനഃസ്ഥാപിച്ചതും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സംഘം വിലയിരുത്തി. കരിപ്പൂരിലെ വിവിധ വകുപ്പ് മേധാവികളുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. റിപ്പോർട്ട് ഉടൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറും. ഇതിനുശേഷമാകും വലിയ വിമാനങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. പരിശോധന പൂർത്തിയാക്കിയ സംഘം വൈകിട്ട് ഡൽഹിക്ക് മടങ്ങുകയും ചെയ്തു. വലിയ വിമാന സർവീസിന് അനുമതി ലഭിക്കാനിരിക്കെയായിരുന്നു കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേ നീളം കുറയ്ക്കാനുള്ള നീക്കം. വിമാനാപകടത്തിന്റെ പേരിൽ നിർത്തലാക്കിയ സർവീസ് പുനരാരംഭിക്കാനുള്ള നിരാക്ഷേപ പത്രം ലഭിക്കുവാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയപ്പോഴായിരുന്നു പുതിയ നീക്കം. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് റൺവേ നീളം കുറച്ച് റൺവേ ഇൻ സേഫ്റ്റി ഏരിയ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതോടെ സർവീസുകൾ പുനരാരംഭിക്കുന്നത് അനന്തമായി നീളുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.